ഇതുപോലൊരു മാറ്റമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത് എൻ്റെ കൈകൾ തന്നെയാണ്. എന്താണ് സംഭവം എന്നുള്ളത് പറയാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മുടെ ചർമ്മത്തിനകത്ത് ഒരു പാടോ ഒന്നുമില്ലാതെ തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ. വെറും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ ചർമ്മം നല്ല വെളുത്ത ചർമ്മമാക്കാം, അതും പാൽ പോലെയുള്ള കളർ. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ടാന്, പിഗ്മെൻറ്റേഷൻ, ചർമ്മത്തിനകത്തുണ്ടാവുന്ന പിമ്പിൾസ് വന്നിട്ടുണ്ടാവുന്ന പാടുകളൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് തുടച്ചു മാറ്റി ചർമ്മത്തിന് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു കളർ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കൂടെ കൂടാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സമയം കളയാതെ തന്നെ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല സ്കിൻ വൈറ്റനിങ് ആക്കാൻ സഹായിക്കുന്ന, നമുക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വൈറ്റനിങ് ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു വൈറ്റനിങ് ക്രീം നിങ്ങൾ ഇട്ടതിന് ശേഷം നിങ്ങളുടെ ചർമ്മത്തിനകത്തുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും. എന്തായാലും നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പാത്രം എന്ന് പറയുന്നത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യമേ വേണ്ടത്, നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ക്രീം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായ രീതിയിലുള്ള മോയ്സ്ചറൈസർ ക്രീം അല്ലേ ഉപയോഗിക്കുന്നത്, അതാണ് എടുക്കേണ്ടത്. ഞാനിവിടെ എടുക്കുന്നത് ഷിയ ബട്ടർ ഇൻക്ലൂഡ് ആയിട്ടുള്ള നിവിയയുടെ ഒരു മോയ്സ്ചറൈസർ ക്രീമിനകത്ത് നിന്ന് 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ക്രീം ഒരാഴ്ച അളവിനാണ് നമ്മൾ എടുക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് തീർന്നതിന് ശേഷം ഉണ്ടാക്കിയാൽ മതിയാകും. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ല് ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കാം. അപ്പോൾ ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് നമ്മുടെ ബാക്കി കാര്യത്തിലേക്ക് പോകാം. നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും കേട്ട് മനസ്സിലാക്കി അത് ചെയ്യാനായിട്ട് നോക്കണം. നമ്മൾ ഡെയിലി സ്കിൻ കെയറിനകത്ത് നമ്മൾ ഒരു ദിവസം തന്നെ ഒരു 4-5 പ്രാവശ്യമെങ്കിലും സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ച് കഴുകുന്നവരായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കും. അത് നിങ്ങളുടെ സ്കിന്നിനോട് ചെയ്യുന്ന വളരെ വലിയ തെറ്റാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പായാലും ഫേസ് വാഷ് ആയാലും അമിതമായി കഴിഞ്ഞാൽ അത് അമൃതമാണ്, ദോഷം ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിനകത്ത് എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും സ്കിന്നിനെ ഒരു മോയ്സ്ചറൈസ്ഡ് ആക്കാനും ഒക്കെ നമ്മുടെ കോക്കനട്ട് ഓയിലിൽ നിന്ന് സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ വെളിച്ചെണ്ണയിൽ നിന്ന് സാധിക്കും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മളിത് നല്ല പോലെ മിക്സ് ആക്കണം. അപ്പോഴത്തേക്ക് ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറും. നമ്മുടെ സ്കിന്നിനകത്ത് വിറ്റാമിൻ്റെ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അതിനെയും പരിഹാരം കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൽ നിന്ന്. ഡെയിലി സ്കിൻ കെയറിനകത്ത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിനൂടെ ചേർത്ത് മിക്സാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ അത് സ്കിന്നിന് പ്രയോജനം ചെയ്യുന്നതാണ്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ മാത്രമായി ഒരിക്കലും ഫേസിലിടുന്നത് അത്ര നല്ലതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ചേർത്ത് മിക്സാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വേറൊരു റിയാക്ഷനാണ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു തിക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണം നൽകുന്ന ഒന്നാണ്. ഒലിവ് ഓയിലിൽ നിന്ന് ഒലിവ് ഓയിലും ചേർത്ത് നല്ല പോലെ അങ്ങ് മിക്സ് ആക്കണം. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം. അതല്ല എങ്കിൽ ഏതെങ്കിലും കുറച്ചൊരു ചെറിയൊരു ടിന്നിനകത്ത് ഇട്ട് വേണമെങ്കിലും സൂക്ഷിക്കാം. എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ഞാൻ എൻ്റെ കൈകളിൽ ഇട്ടിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ ഫേസിലിടുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നല്ല പോലെ കഴുകി ഡ്രൈ ആക്കിയിട്ട് നൈറ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ഡ്രൈ ആക്കി ഇട്ടതിന് നമ്മൾ ഫേസിലിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റെങ്കിലും മസാജ് ചെയ്തിട്ട് സ്കിന്നിനെ ഫ്രീ ആയിട്ട് ഇടുക. രാവിലെ നിങ്ങൾ മുഖം കഴിയുമ്പോൾ കാണാം ഫേസിനകത്തുണ്ടാകുന്ന ആ ഒരു തിളക്കം. ഇട്ടപ്പോൾ തന്നെ സ്കിന്നിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ. നമ്മൾ മറ്റുള്ള വൈറ്റനിങ് ക്രീം ഇടുന്ന സമയത്ത് പൊട്ടിയിട്ട രീതിയിലല്ലേ ഇരിക്കുന്നത്. ഇതങ്ങനൊന്നുമല്ല, സ്കിന്നിലേക്ക് നല്ല പോലെ ഇറങ്ങി ചെല്ലും. അതായത് നമ്മുടെ സ്കിൻ കോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് നമ്മുടെ സ്കിന്നിന് മാറ്റം ഉണ്ടാകുന്നത്. നിങ്ങൾ കണ്ടോ, പകല് മാറ്റം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിച്ചല്ലോ. ഇത് ചുമ്മാതെ പറയുന്ന കാര്യമല്ല. നിങ്ങൾ കണ്ടു നോക്കൂ മക്കളെ. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കാണാം നിങ്ങളുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ്. സൂപ്പർ സംഭവമാണ്. ചെയ്തിട്ട് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വന്ന് റിസൾട്ട് പറയാനും കൂടി മറക്കല്ലേ. ഇതെൻ്റെ കൈ തന്നെയാണ്, വേറൊരു കൈയും അല്ല. ഞാൻ എന്തായാലും ബാക്കിയുള്ളത് ഒരു ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാനായിട്ടാണ് നോക്കുന്നത്. എന്തായാലും ചെയ്തിട്ട് എന്നോട് വന്ന് റിസൾട്ട് പറയാൻ മറക്കല്ലേ. മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.